കേരയിൽ വിരുദ്ധ സമരത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി സമരസമിതി. 5 വർഷമായിട്ടും സ്ത്രീകൾക്കെതിരെ അടക്കമുള്ള കേസുകൾ നിലനിൽക്കുന്നു. നിരവധി കേസുകൾ കാരണം പലരും ബുദ്ധിമുട്ടുകയാണ്. കേസുകൾ പിൻവലിക്കുകയും സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ച് ഫയലിൽ ഒപ്പുവെക്കുകയും ചെയ്യണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ കേസുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. നിരവധി കേസുകൾ ഇപ്പോഴും കോടതികൾ കിടക്കുക. അത് അവധി വെച്ച് മുന്നോട്ട് പോവുകയാണ്. കേസുകൾ പിൻവലിക്കണം, ഉത്തരവുകൾ പിൻവലിക്കണം. അല്ലാതെ ഞങ്ങൾ സമരം നിർത്തത്തില്ല. ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. എല്ലാ മാസവും 2, 3, 4 ദിവസങ്ങളിൽ കോടതി കയറി ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും ഫീസിബിൾ അല്ലാത്ത അനാവശ്യമായൊരു പ്രോജക്റ്റാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്കും ഗവൺമെന്റ് ഇത് പിൻവലിച്ച് ഉത്തരവിറക്കുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുകയും കേസുകൾ പിൻവലിക്കുകയും ചെയ്യണം. ഭൂമി ക്രയവിക്രയത്തിന് ആളുകൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അഖിൽ കെയുടെ വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, ഏറെ കൊട്ടിഘോഷിച്ചു വന്ന സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചു. പക്ഷേ അതിന്റെ മഞ്ഞക്കുറ്റിയിൽ വലയുന്നത് സാധാരണക്കാരാണ് ഇപ്പോഴും, അല്ലേ? തീർച്ചയായും ശ്രുതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് 5 വർഷമായി നമുക്കറിയാം ഈ മാടപ്പള്ളി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരളവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചയായ വലിയ പ്രതിഷേധങ്ങൾ കോടതി അടക്കം ഇടപെട്ടത് പോലും ഈ മാടപ്പള്ളിയിലെ സമരവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പിന്നാലെയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സമരം നടന്ന അവിടെ ജനങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു അവിടെ 5 വർഷം തികയുന്നത്. അതായത് ഈ സമരത്തിന് 5 വർഷം തികയുന്ന ദിവസം കൊണ്ട് ഇപ്പോഴും ദിവസവും പല കോടതികളും കയറി ഇറങ്ങുന്നു. മാസത്തിൽ 1ഉം 2ഉം തവണയൊക്കെ കോടതികൾ കയറി ഇറങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് ജനങ്ങൾ പോകുന്നു, ആളുകൾ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ബുദ്ധിമുട്ടാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. തങ്ങളുടെ ഈ സ്ഥലം ക്രയവിക്രയം ചെയ്യാൻ കഴിയുന്നില്ല, മറ്റെവിടെയും കൊടുക്കാനോ വിൽപ്പന നടത്താനോ കഴിയുന്നില്ല. ഈ കേസുകൾ പിൻവലിക്കാൻ സ്ത്രീകളടക്കമുള്ള ആളുകൾ ബുദ്ധിമുട്ടുന്നു. പ്രായം ചെന്ന ആളുകൾക്കെതിരെ അടക്കം കേസുകൾ എടുത്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു, അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണം. സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിലൊരു നീതിയുക്തമായ കാര്യം തീരുമാനം, അതായത് ഉത്തരവായിട്ട് തന്നെ ഇറക്കണം. ഉത്തരവായി ഇറക്കിയാൽ മാത്രമേ ഇതിൽ നിന്നും കേസുകൾ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഉത്തരവായി തന്നെ ഇറക്കണം. അതായത് ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറി ഒരു ഉത്തരവായി ഇറക്കണം. എന്നിട്ട് ഞങ്ങളുടെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യമാണ് വെക്കുന്നത്. തീർച്ചയായും ഒരു ന്യായമായ കാര്യമായി നമുക്കത് പരിഗണിക്കുകയാണെങ്കിൽ കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം അത് എന്തിനു വേണ്ടി, അതായത് കേരളത്തിനെതിരെ അവരുടെ സ്ഥലത്ത് കല്ലിട്ടപ്പോൾ അതിന്റെ ആശങ്ക പുറത്ത് അവരുടെ സ്ഥലങ്ങളിൽ നടത്തിയ പ്രതിഷേധങ്ങളായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്ക് പേരിലാണ് നിരവധി പേർക്കെതിരെ കേസുകൾ കൂട്ടിയിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ പലരും അവരെ ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത്. കാരണം സ്ത്രീകളും ഒപ്പം തന്നെ പ്രായമായ ചെന്ന ആളുകളും ഒക്കെ തന്നെ ഈ മാസങ്ങൾ എല്ലാ മാസവും ഇങ്ങനെ കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ അവിടേക്ക് എത്തുന്നു. അവർക്ക് കോടതിയിൽ ഇങ്ങനെ നീണ്ടു വലിഞ്ഞു പോകുന്നത് 5 വർഷമായൊക്കെ ഒരു കേസ് നീണ്ടു പോകുന്നു. അതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഏത് സർക്കാരായാലും അതിലൊരു അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് അവർക്ക് പറയാനുള്ളത്. ശ്രുതി, തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന ഘട്ടത്തിലാണ് ഈ പദ്ധതിയും മുന്നോട്ട് പോകാതിരുന്നത്. എന്തായാലും കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ പേരിലെടുത്ത കേസുകൾ അതുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് സമരസമിതി ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ക്രയവിക്രയങ്ങളടക്കം ഒരു കാര്യങ്ങളും ആ സ്ഥലത്തിന്റെ ഉടമകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതും വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.